ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറിയെ പറ്റി പഴമക്കാർ പറയുന്നത് 101 കറികൾക്ക് സമമാണ്. കാരണം അതിൻ്റെ ഫ്ലേവേഴ്സ് തന്നെയാണ്. എരിവും പുളിയും കയ്പും ചെറിയൊരു മധുരവും കൂടെ ആയിട്ടുള്ളൊരു എല്ലാ ഫ്ലേവേഴ്സും കൂടെ അടങ്ങിയ ഒരു കറിയാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇഞ്ചിക്കറി തയ്യാറാക്കാം. സോ കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമ്മുടെ ഇഞ്ചിക്കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചി തന്നെയാണ്. ഞാൻ ഇത്രയും ഇഞ്ചിയാണ് ഇപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നല്ലൊരു വിളഞ്ഞ ഇഞ്ചി എടുക്കുക, കാരണം വിളയാത്തതാവുമ്പോൾ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 280 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി നമുക്ക് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തോടൊക്കെ ചെത്തിയതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി നമ്മുടെ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നല്ല കളറൊക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളറായി വരണം. പക്ഷെ കരിഞ്ഞു പോകരുത്, അത് ഫ്രൈ ആയാണ് വരേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഇതിലൊഴിച്ച എണ്ണയുടെ 3/4 ഭാഗം എണ്ണയും അതിൽ തന്നെ ഉണ്ട്. ഇതിലോട്ട് ഇഞ്ചിയിലോട്ട് അബ്സോർവ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. മാത്രമല്ല, നമ്മൾ ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്പൂണ് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഹെൽത്തിന് അത്ര ഒരു ബാധിക്കുന്നില്ല. മാത്രമല്ല, നമ്മളിത് ഡെയിലി ബേസിസിൽ കഴിക്കാനല്ല, നമുക്ക് സദ്യയൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു സ്ട്രെയിനറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും എന്തെങ്കിലും വെളിച്ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കിട്ടും. വറുത്ത ഇഞ്ചി തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഇതിലോട്ട്, വളരെ കുറച്ച് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇഞ്ചിയും പൊടികളും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറി നമ്മളൊന്ന് കലക്കി, എത്ര നമുക്ക് അത് ലൂസായി വരണോ അതനുസരിച്ച് കലക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഇഞ്ചിക്കറിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പുളിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 ചെറിയ നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ പുളി ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ വെള്ളം ആഡ് ചെയ്തു, ഇനിയും ആഡ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ പുളിയുടെ വെള്ളം വരുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ബാക്കി ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആദ്യമേ ഓർക്കാതെ ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പുളി നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിക്കറി കടുവറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരണം.
എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 വറ്റൽമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 കൊത്ത് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിക്കറിയുടെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് തിളച്ച് ഒന്ന് വറ്റി കുറുകി വരണം. ഇഞ്ചിക്കറി കുറച്ച് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സദ്യയിലേക്ക് ഇഞ്ചിക്കറി വിളമ്പുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് ഇരുന്നാലേ അത് ആ ഇലയിൽ ഒലിച്ചു പോകാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒന്ന് നമ്മുടെ ഇഞ്ചിക്കറി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര, ഒരു നെല്ലിക്കയുടെ അത്രയും വലുപ്പമുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പുളി ആഡ് ചെയ്തു, ഇപ്പോൾ ശർക്കര ആഡ് ചെയ്തു. അപ്പോൾ ടേസ്റ്റ് നല്ലോണം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 101 കറികൾക്ക് സമമാണ് നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത്. ഇതിൽ പുളിയും എരിവും കയ്പും എല്ലാ ടേസ്റ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇഞ്ചിക്കറി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിക്കറി കഴിക്കുമ്പോൾ നമ്മുടെ ദഹനമൊക്കെ ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇഞ്ചിക്കറി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നല്ലത്. കാരണം കുറച്ച് നേരം നമ്മളിത് ഒരു ദിവസം വെച്ചിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ മെയിലിലൂടെയും കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.